ഇന്നത്തെ പരിപാടി ഇതേണ്ട ചെടിവെപ്പാണേ. ബോഗൻവില്ല വാങ്ങിച്ചിട്ട് എല്ലാം റീപോർട്ട് ചെയ്തിട്ട് ബാൽക്കണി വെച്ചിരിക്കുവോ. മഴയായതുകൊണ്ട് ഒന്നും ടെറസിലോട്ട് കയറ്റാൻ പറ്റിയില്ല. അങ്ങനെ ഇതേ മഴയെല്ലാം തോർന്ന് വെയിൽ കണ്ടപ്പോൾ എല്ലാം ടെറസിലോട്ട് വെക്കാനുള്ള പരിപാടിയാണ്. എല്ലാം കിളുത്ത് വന്നിട്ടുണ്ടേ. എൻ്റെ കൂടെ ഫൈസക്കുട്ടനും അമ്മക്കുട്ടിയും ഉണ്ട് കേട്ടോ. ഏതായാലും എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്ന് എനിക്കറിയാം ഓരോന്നായിട്ട് പൊക്കിക്കൊണ്ട് പോകാൻ. അങ്ങനെ ഇതേ ഫൈസീനെയും കൂടെ കൂട്ട് വിളിച്ചതേണ്ടേ അവനും ഞാനും കൂടെ എല്ലാം ടെറസിൻ്റെ മുകളിലേക്ക് കയറ്റിയത് കേട്ടോ. അത് ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ. പിന്നെ പിറ്റേന്ന് ഞാനും അമ്മക്കുട്ടിയും ടെറസിൽ കയറിയത് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തത് എൻ്റെ അമ്മക്കുട്ടിയാണ് കേട്ടോ, എൻ്റെ ഫോട്ടോഗ്രാഫർ അല്ല വീഡിയോഗ്രാഫർ. അവളായിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നിരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ വെക്കുമ്പോൾ റോഡിൽ നിന്നുള്ള നല്ല വ്യൂവും കൂടെ കിട്ടുമെന്ന് ഓർത്തിട്ടെ ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല സൂര്യപ്രകാശവും ഉണ്ട്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ആർച്ചൊക്കെ ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എല്ലാം വെച്ചിട്ട് അതിനകത്ത് രണ്ട് സൈഡിലും ബോഗൻവില്ലയൊക്കെ പടർന്നു കയറി ഫ്ലവർ ഉണ്ടായി നിൽക്കുമ്പോൾ എന്ത് രസമായിരിക്കും. ഇതൊക്കെ ഏത് കാലത്തുണ്ടാവുമോ എന്തോ, അതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ചുമ്മാ ഒരു രസം. ഇല്ല, കാറ്റത്ത് ഇലകളെല്ലാം ആടി നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണ്. മനസ്സിന് ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. ഇതിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി, മനസ്സിലെ വേറെ ചിന്തകളൊന്നും ഇല്ലാതെ മനസ്സിൽ ഭയങ്കര സ്ട്രെസ് എല്ലാം കുറയും കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ദിവസം വന്ന് നോക്കുമ്പോഴും ഇത് എത്രത്തോളം ആയി, എങ്ങനെയായി, മുള പൊട്ടിയോ എന്താ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാം ഫ്ലവർ ആയി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. ഇവിടെ മദ്രസിലെ പരീക്ഷ ബുക്ക് എടുത്തുകൊണ്ട് വന്ന് പഠിക്കുന്നു പറഞ്ഞ് സ്റ്റൂളിലിരിക്കാൻ പറഞ്ഞത് വേണ്ടേ ഇരിക്കുന്നതുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സീനാണ്.